വെൽക്കം ടു DG സൊല്യൂഷൻസ്. ഒരു സെൻറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും? അതുപോലെ വസ്തുവിൻ്റെ നീളവും വീതിയും അടിക്കണക്കിൽ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വസ്തു സംബന്ധമായി സുഹൃത്തുക്കളിൽ നിന്നുമുണ്ടായ പ്രധാനപ്പെട്ട 4 സംശയങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. അതിലൊന്നാമത്തേത്, ഒരു സെൻറ്റ് വസ്തു എത്ര സ്ക്വയർ ഫീറ്റാണ്? 2, 8/65 R എന്നാൽ എത്ര സെൻറ്റാണ്? അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും? 3, 65 അടി നീളം 10 അടി വീതിയിലുള്ള ഒരു വഴി എത്ര സെൻറ്റ്? 4, 100 അടി നീളത്തിൽ 15 സെൻറ്റ് വസ്തു വാങ്ങിയാൽ എത്ര വീതി കിട്ടും? ആദ്യം ഒരു സെൻറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. ഒരു സെൻറ്റ് 40.47 മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ 10.76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഒരു മീറ്റർ സ്ക്വയർ എന്നത് 10.76 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ 435.56 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. അതായത് ഒരു സെൻറ്റ് സമം 435.56 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഇനി 8/65 R എന്നാൽ എത്ര സെൻറ്റാണ് എന്നും അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുമെന്നും നോക്കാം. 8/65 R എന്നാൽ 8 R + 65 മീറ്റർ സ്ക്വയർ എന്നാണ്. ഇതിനെ നമുക്ക് 8.65 R എന്ന് എഴുതാം. ഈ ആറിനെ ഇനി മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഒരു R എന്നത് 100 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 865 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ സെൻറ്റിലേക്ക് മാറ്റാം. അതിന് 40.47 കൊണ്ട് ഹരിക്കുക. കാരണം ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.47 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 21.37 സെൻറ്റ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 8/65 R എന്ന് പറഞ്ഞാൽ 21.37 സെൻറ്റ് ആണ്. ഒരു സെൻറ്റ് എന്നത് 435.56 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഇതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റാൻ 435.56 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 9307.91 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. അതായത് 8/65 R എന്ന് പറഞ്ഞാൽ 21.37 സെൻറ്റ് അഥവാ 9307.91 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, അതായത് 65 അടി നീളത്തിൽ 10 അടി വീതിയിലെ വഴിക്ക് വേണ്ടി വസ്തു വിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എത്ര സെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ വഴിയുടെ നീളം 65 അടിയും വീതി 10 അടിയുമാണ്. അപ്പോഴതിൻ്റെ വിസ്തീർണം 65 × 10 650 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. എത്ര സ്ക്വയർ ഫീറ്റാണ് ഒരു സെൻറ്റ്? 435.56 സ്ക്വയർ ഫീറ്റാണ് ഒരു സെൻറ്റ്. അപ്പോൾ സ്ക്വയർ ഫീറ്റിലുള്ള ഈ അളവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ 435.56 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 1.49 സെൻറ്റ് എന്ന് കിട്ടും. അതായത് വഴിക്ക് വേണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വസ്തു ഏകദേശം 1.5 സെൻറ്റ് ആണ്. ഇനി നാലാമത്തെ ചോദ്യം, 100 അടി നീളം 15 സെൻറ്റ് വസ്തു എത്ര വീതി കിട്ടും? അതായത് റോഡിൽ നിന്നും അകത്തേക്ക് 100 അടി നീളമുള്ള ഒരു പുരയിടത്തിൽ നിന്നും 15 സെൻറ്റ് വസ്തു വാങ്ങിയാൽ റോഡ് സൈഡിൽ എത്ര വീതി കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇതേ പ്രോബ്ലം മീറ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് അടിക്കണക്കിലായാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 100 അടി നീളമുള്ള 15 സെൻറ്റ് വസ്തുവിൻ്റെ വീതി അടിയിൽ മനസ്സിലാക്കണമെങ്കിൽ 15 സെൻറ്റ് വസ്തു എത്ര സ്ക്വയർ ഫീറ്റാണ് എന്ന് അറിയണം. 15 സെൻറ്റിനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റാൻ അതിനെ 435.56 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ
6533.40 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. ഇപ്പോൾ 15 സെൻറ്റിൻ്റെ സ്ക്വയർ ഫീറ്റിലുള്ള ആകെ വിസ്തീർണം കിട്ടി. നീളം 100 അടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ വീതി കിട്ടാൻ 6533.4 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 65.334 അടി എന്ന് കിട്ടും. അതായത് 65 അടി 4 ഇഞ്ച്. ഈ 4 സംശയങ്ങൾ സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച പ്രധാനപ്പെട്ട കൺവേർഷൻ ഫോർമുലാസ് ഏതൊക്കെയാണ് എന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം. ഒന്നാമത്തേത്, 1 സെൻറ്റ് സമം 40.47 മീറ്റർ സ്ക്വയർ. അതേപോലെ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10.76 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 1 സെൻറ്റ് സമം 435.46 സ്ക്വയർ ഫീറ്റ്. അതായത് 40.47 മീറ്റർ സ്ക്വയർ ഇൻറ്റു 10.76 സമം 435.46 സ്ക്വയർ ഫീറ്റ്. അതേപോലെ 1R = 100 മീറ്റർ സ്ക്വയർ ആണ് എന്നും സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ 1R = 1076 സ്ക്വയർ ഫീറ്റ് ആണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇവിടെ 1076 സ്ക്വയർ ഫീറ്റ് എങ്ങനെ കിട്ടി? 100 മീറ്റർ സ്ക്വയർ ഇൻറ്റു 10.76 = 1076 സ്ക്വയർ ഫീറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.